ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സാരിയിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാരിയിൽ നമ്മൾ താഴ്ഭാഗം സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ സാരിയുടെ പല്ലുവിൽ നമ്മളൊരു ടെസൽസിൻ്റെ വർക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇത് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാരി ഫാളെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടും. സാരി ഫാൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടുന്ന് കിട്ടും. ഇതാണ് സംഭവം. കുറച്ച് ആൾക്കാർക്ക് അറിയാമായിരിക്കും. ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇത് 2.5 മീറ്ററായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ സാരി നമ്മൾ ആദ്യം താഴ്ഭാഗം എടുക്കുക. അതിൻ്റെ ഉൾഭാഗമാണ് ഉടുക്കുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. അത് എടുത്തിട്ട് നമ്മൾ 10 ഇഞ്ച് നോക്കിയിട്ട് വേണം. ഇത് 10 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫാളിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സാരിയുടെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ഉടുക്കുന്ന വശമാണിത്. അതിൻ്റെ താഴ്ഭാഗം 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഉൾഭാഗത്താണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അപ്പം പുറം കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സാരിയുടെ ചീത്തവശത്തേക്ക് ഇതിൻ്റെ ചീത്തവശം വരാൻ പാകത്തിന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ സൂചി നിർത്തിയിട്ട് പിന്നീട് അടുത്ത സൈഡ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുക. സാരിയുടെ അരികത്ത് കൂടി ഇതിൻ്റെ അരികും വെച്ചിട്ട് കറക്റ്റായിട്ട് അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ, സാരി ഫാൾ ഒട്ടും പുറത്തേക്ക് വരാത്ത രീതിയിൽ വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ എൻ്റെ ഭാഗം എത്തുമ്പം നമ്മളിതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നമുക്കിവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് സൂചി നിർത്തുക. എന്നിട്ട് നമുക്കിങ്ങനെ സാരി മാറ്റി കൊടുത്തിട്ട് അടുത്ത സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അവിടെയും സൂചി നിർത്തിയിട്ട് വീണ്ടും അടുത്ത സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ വലിച്ചു പിടിക്കാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ സാരിക്ക് പൊളച്ചിൽ വരും. പൊളച്ചിൽ വരാത്ത രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി നിങ്ങൾ കാണുക. ഇത് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാരി ഫാൾ സ്റ്റിച്ച് ചെയ്യാൻ പലർക്കും അറിയാം. അപ്പം നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ സാരി ഫാളിൽ ഹെമ്മിങ്ങും ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്കും താഴ്ഭാഗം നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളൂ. ഇതുപോലെ സാരി ഫാൾ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ എൻഡ് വരെ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ സാരി ഒട്ടും വലിച്ചു പിടിക്കരുത്. ഒട്ടും വലിച്ചു പിടിക്കാതെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും. അല്ല വലിച്ചു പിടിക്കുമ്പോഴത്തേക്കും പൊളച്ചിലും കാര്യങ്ങളൊക്കെ വരും. ഇത് കണ്ടോ, എൻഡ് വരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പല്ലുവിൻ്റെ ഭാഗത്ത് നമ്മൾ ടെസൽസ് വെച്ച് കൊടുക്കുകയാണ്. ടെസൽസ് വെച്ച് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ആ പല്ലുവിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ടെസൽസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സാരിയുടെ പല്ലുവിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്.
എന്നിട്ട് വേണം നമുക്ക് ടെസൽസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്കിവിടെ ഒരു സാരിക്കുള്ള ടെസൽസ് ഒരിതായിട്ട് നമുക്ക് കിട്ടും. അതിൽ 11 ഉണ്ടാവും. ഒരു ജോഡിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരെണ്ണം ഇങ്ങനെ ടെസൽസ് ചോദിക്കുമ്പോൾ സാരിക്ക് വർക്ക് ചെയ്യാനാന്ന് പറയുമ്പോൾ ഒറ്റ ഇതിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ 11 കാണും. അത് നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം സാരിയുടെ ലെങ്ത് പിന്നെ വിട്ട് നമ്മളിവിടെ നോക്കുവാണ് 47 ഉണ്ട്. അതിന് 47നെ 11 ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ അളവെടുക്കാം. എനിക്കൊരു 4.25 കിട്ടുന്നത്. 4.25 ഏകദേശം 4.25 എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ആ രീതിക്ക് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ വ്യത്യാസമുണ്ട്. 4.25 കറക്റ്റല്ല, 11 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന, എന്നാലും ഏകദേശം 4.25 എന്ന രീതിയിൽ ആ രീതിക്ക് നമുക്കിവിടെ 11 അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ എല്ലാ സ്ഥലവും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ സൂചി എടുത്തിട്ട് നമുക്കത് വർക്ക് ചെയ്യാം. ഇതുപോലെ വയ്ക്കുക. ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ടെസൽസിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ സൂചി കയറ്റി കൊടുത്തിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2-3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുക. 3-4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് കെട്ടിട്ട് കൊടുത്താൽ മതി. ടെസൽസിൻ്റെ ഉള്ളിൽ കൂടിയും 2-3 പ്രാവശ്യം നമ്മൾ സൂചി കയറ്റി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കുമ്പം കറക്റ്റായിട്ട് ഇരുന്നോളും. അങ്ങനെ അത് ഫുള്ളും നമ്മൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിവിടെ ഇപ്പം ഈ എൻ്റെ വശത്ത് നമ്മളൊരെണ്ണം കൊടുക്കുവാണ്. ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. പിന്നെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ മെറ്റീരിയൽസ് വേണ്ടവർക്കും അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഏത് മോഡൽ കാണിച്ചാലും അതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേണ്ടവർക്കും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾ ഇന്ത്യ എവിടെയും നമുക്ക് ഡെലിവറി ഉണ്ട്. അത് പോസ്റ്റ് ഓഫീസ് വഴിയും DTDC വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ അടുത്ത നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഇതുപോലെ സൂചി കയറ്റി കൊടുത്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് സൂചി ഇതുപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ടെസൽസിൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് എടുക്കുക. എന്നിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തിട്ട് വീണ്ടും അടുത്ത സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ടെസൽസിൻ്റെ ഉള്ളിൽ കൂടി കൊടുക്കുക. ടെസൽസിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 3-4 സ്റ്റിച്ചിങ് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിലെല്ലാം നമുക്കിതുപോലെ ടെസൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ വർക്ക് ചെയ്തെടുത്താൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. സാരിയുടെ പല്ലുവിൽ ഇതുപോലൊക്കെ വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇതൊരു കസ്റ്റമർ ഓണത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു നമ്മളെ ഏൽപ്പിച്ചതാണ്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ പല്ലുവിൽ ഫുള്ളായിട്ട് ടെസൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെയേറെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.